എത്ര ശക്തമായിരിക്കുന്നതായ ബാധാദോഷങ്ങളാണെങ്കിൽ അതിന് പരിഹാരങ്ങൾ ചെയ്യണമെങ്കിൽ ശക്തമായിരിക്കുന്നതായ മൂർത്തികളുടെ പിൻബലം ഉണ്ടായിരിക്കണം. വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ സത്യൻ മുളയമുളത്ത്. അപ്പോൾ ശക്തമായിരിക്കുന്ന ഏതെങ്കിലും മൂർത്തികളുടെ പിൻബലം ഇല്ലാതെ ഏതൊരു കർമ്മിക്കും ആ കർമ്മിയുടെ അരികിലേക്ക് വരുന്ന വ്യക്തികളുടെ കുടുംബപരമായിട്ടോ വ്യക്തിപരമായിട്ടോ ജോലി സംബന്ധമായിട്ടോ മറ്റേത് തരത്തിലുള്ള ദോഷങ്ങളാണെങ്കിലും അതിനെ കൃത്യമായിട്ട് നീക്കം ചെയ്യണമെങ്കിൽ ആ മൂർത്തികൾ പിൻബലം അല്ലെങ്കിൽ ശക്തി ഉണ്ടായിരിക്കണം. അതിന് മിക്കവാറും ഏതെങ്കിലും ഒരു കർമ്മിക്ക് ചാത്തൻ്റെയോ ഭദ്രകാളിയുടെയോ സഹായം ഇല്ലാതിരിക്കില്ല. ഏറ്റവും കൂടുതൽ ചാത്തൻ തന്നെയായിരിക്കും കൂടുതൽ മുൻപന്തിയിൽ അവരുടെ ശക്തിയായിരിക്കുന്നതായ ആ തുണയായി നിൽക്കുന്ന ദൈവം. അതേപോലെ തന്നെ ഭദ്രകാളിയായാലും ശരി, കരിമുട്ടിയായാലും ശരി, ആ ഗുരുമുത്തച്ഛന്മാരായിട്ട് ഉപാസിച്ചു കൊണ്ടുവന്നിട്ടുള്ളതായ മൂർത്തികളുടെ പിൻബലം ഉണ്ടെങ്കിൽ മാത്രമേ ഏതൊരു കർമ്മിക്കും ആ കർമ്മം ചെയ്ത് പൂർത്തീകരണം ചെയ്യാനായിട്ട് പറ്റുള്ളൂ, അല്ലെങ്കിൽ പൂർത്തീകരിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഒരു സാധാരണ ഒരു ജ്യോത്സ്യൻ്റെ അടുത്ത് വന്ന് ആ ജ്യോത്സ്യൻ കൊടുക്കുന്നതായ ചാർത്ത് പ്രകാരമോ അല്ലെങ്കിൽ ഈ കർമ്മി നോക്കുന്ന ആളാണെങ്കിൽ നോക്കി അതിനെ കൃത്യമായിട്ടുള്ള രൂപരേഖ ഉണ്ടാക്കി അതിനനുസരിച്ച് കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്യുമ്പോഴാണ് അതിന് മാറ്റം ഉണ്ടാവുമെന്ന് പറയുന്നത്. ഇനി ഈ മൂർത്തികളുടെ പിൻബലം ഉണ്ടെങ്കിലും ഈ മൂർത്തികളെ വെച്ചായിരിക്കില്ല ചിലപ്പോൾ കർമ്മങ്ങൾ ചെയ്യാം. അത് ശക്തമായിരിക്കുന്ന ആ മൂർത്തി ആവേശങ്ങളുടേതായ ആ അവസ്ഥ എങ്ങനെ അതിനനുസരിച്ചായിരിക്കും. അപ്പോൾ പ്രേതദോഷം ഉണ്ട് വെച്ചെങ്കിൽ ഒരു 16-ലോ 9-ലോ 5-ലോ കളട്ടിട്ട് ചിലപ്പോൾ അതിനെ നീക്കം ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതിന് ശക്തമായിരിക്കുന്നതായ കർമ്മം ഏത്, ആ കർമ്മത്തിൽ കൂടിയായിരിക്കണം. അപ്പോൾ ഏത് കർമ്മം ചെയ്യേണ്ടതെങ്കിൽ ഗണപതി ഹോമം ഉണ്ടായിരിക്കും. അതിനുശേഷമായിരിക്കും സുദർശനമോ പ്രത്യങ്കിരോ അഘോരയോ അല്ലെങ്കിൽ യമരാജയോ ഇതൊക്കെ ഇട്ടിട്ടാവും ചിലപ്പോൾ ശക്തമായിരിക്കുന്നത് പറഞ്ഞാൽ കർമ്മങ്ങൾ ചെയ്യാം. അതുണ്ടെങ്കിലും ആ കർമ്മിക്ക് കൃത്യമായിട്ട് അതിനൊരു പിൻബലം തരുന്നതായ മൂർത്തി ചാത്തനോ ഭദ്രകാളിയോ ഇരിക്കും. ഇവരുടെ പിൻബലത്തു കൂടിയാണ് നമുക്ക് ആ മൂർത്തികളെ തന്നെ മറ്റുള്ള മൂർത്തികളെ തന്നെ കൃത്യമായിട്ട് തരണം ചെയ്യാനോ അല്ലെങ്കിൽ അവരെ ബന്ധിക്കാനോ കഴിയുള്ളൂ. അപ്പോൾ സുദർശനം പറഞ്ഞു, യമരാജ പറഞ്ഞു, പ്രത്യങ്കര പറഞ്ഞു, ഇതൊക്കെ ഇതിൻ്റെ കൃത്യമായിട്ട് നമ്മൾ അവിടേക്ക് ചെയ്ത് മുട്ടിക്കുന്നുണ്ടെങ്കിലും ആ കർമ്മം ചെയ്ത് ഇത്ര സംഖ്യ അല്ലെങ്കിൽ ഇത്ര ഒരു കർമ്മങ്ങൾ ചെയ്തു, ആ കർമ്മം ചെയ്ത് ബാധാദോഷങ്ങളോ മൂർത്തികളോ ഒട്ടനവധി ഉണ്ടെങ്കിലും അതിനെ പിന്നീട് അതിൽ കൈകാര്യം ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ബന്ധിക്കണമെങ്കിൽ ആവാഹിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞു ഗുരുമുത്തച്ഛന്മാരിൽ പ്രത്യേകിച്ച് നമ്മുടെ ഉപാസന മൂർത്തികളിൽ പൂർണ്ണമായിട്ടുള്ള പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ ഇത് പലർക്കും അറിയാം, ചിലവർക്ക് അറിയില്ല. അപ്പോൾ അറിവില്ലാത്തവർ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് ഉപാസിക്കുക. അതും വെറുതെ ഉപാസിച്ചിട്ട് 4 ദിവസം അല്ലെങ്കിൽ ഒരു മാസം ഉപാസിച്ചിട്ട് കാര്യമില്ല. കർമ്മികൾക്ക് അറിയാം, ഒരു കർമ്മിയാണെങ്കിൽ ജ്യോത്സ്യനാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു 4 മണി 5 മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് അവരുടെ ജപങ്ങൾ കർമ്മങ്ങൾ ഒക്കെ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പച്ചവെള്ളം പോലും കഴിക്കും. അതങ്ങനെ സ്ഥായിയായിട്ട് അല്ലെങ്കിൽ സ്ഥിരമായിട്ട് അങ്ങനെ കൊണ്ടു നടക്കുമ്പോൾ ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ വർഷങ്ങളോ ഇതേപോലെ തന്നെ പോവാം. അതേപോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബ ദൈവങ്ങൾ, കുലദൈവങ്ങൾ, ഞാൻ പറഞ്ഞ ചാത്തനോ ചൊവ്വയോ കാളിയോ ആരൊക്കെ ഉണ്ട് വെച്ചില്ലോ അവരേനും നിത്യം കർമ്മം ചെയ്യുന്നതിൽ കൂടിയാണ് അദ്ദേഹത്തിന് ഉപാസനാ ശക്തി പൂർവാധികം ശക്തിയായിട്ടുണ്ടായിരിക്കുക. അപ്പം ഇത് നിത്യം ചെയ്യുന്നതാ. നേരത്തെ കുളിക്കുക, ജപങ്ങൾ, അതേപോലെ തന്നെ മൂർത്തികളുടേതായ പൂജകൾ, നൈവേദ്യാദികളൊക്കെ വെക്കുമ്പോൾ അദ്ദേഹത്തിന് ശക്തി ചൈതന്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കും. അപ്പം അദ്ദേഹം ചെയ്യുന്നതായ ഏതൊരു കർമ്മത്തിനും ആ ചെയ്യുന്ന കർമ്മത്തിന് കൃത്യമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടായിരിക്കാനായിട്ട് കഴിയും. അപ്പം ഇത് നിത്യം ഇതേപോലെ കർമ്മം ചെയ്യാത്തവർക്ക് ചിലപ്പോൾ സാധ്യമായി എന്ന് വരില്ല. എങ്കിലും ഏതെങ്കിലും മൂർത്തികളോ ഉപാസനകളോ അതേപോലെ തന്നെ എങ്കിലും നിത്യം കുളിയും ജപം ഉണ്ടെങ്കിൽ മാത്രമേ തന്നെ ഇപ്പം നിത്യം ഒരു കുടുംബക്ഷേത്രം ഇല്ലാത്തൊരു വ്യക്തി ആയിരിക്കാം. അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞ കാര്യമില്ല വെച്ചെങ്കിൽ എനിക്കിങ്ങനെ ഇല്ലല്ലോ എന്നുള്ള ഒരു ദുഃഖം ഉണ്ടാവും. പക്ഷേ അദ്ദേഹം ഏതാണ് മൂർത്തിനെ ഉപാസിക്കുന്നതെങ്കിൽ അത് നിത്യം കുളി കഴിഞ്ഞ് രാവിലെ അദ്ദേഹത്തിന് കൃത്യമായിട്ട് പ്രാർത്ഥനകൾ അല്ലെങ്കിൽ ജപങ്ങൾ അത് മുടക്കാതെ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോഴൊക്കെയാണ് വരുന്നതായ വ്യക്തികൾക്ക് അവർക്ക് ഏതെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ ആ ദോഷത്തിന് കൃത്യമായിട്ട് അതിനെ നമുക്ക് ബന്ധിക്കാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ ധർമ്മദൈവങ്ങളുടെ അല്ലെ കുലദൈവത്തിൻ്റെ ശക്തി ഉണ്ടെങ്കിൽ
ഏത് കാര്യം നിഷ്പ്രയാസം സാധിക്കും. ആ കുലദൈവത്തിന്റെ ശക്തി ഉണ്ടാവണമെങ്കിൽ നമ്മുടെ ഗുരുമുത്തച്ഛന്മാരുടെ അനുഗ്രഹം ആയുസ്സുണ്ടായിരിക്കണം. അവരുടെ അനുഗ്രഹങ്ങൾ ഉണ്ട് വെച്ചെങ്കിൽ അവരുടെ ഇപ്പൊ ഒരു വ്യക്തി എന്തുമാത്രം ഉപാസനകൾ കഴിഞ്ഞ് എന്തുമാത്രം കർമ്മത്തിലൂടെ അവന്റെ മൂർത്തികളെ നല്ല ശക്തിയിലേക്ക് കൊണ്ടുവന്നു. ഇതേപോലെ തന്നെയായിരിക്കും അവരുടെ ഗുരുമുത്തച്ഛന്മാരോ അവരുടെ അച്ചാച്ചന്മാരൊക്കെ കൊണ്ടുവന്നിരിക്കും. തലമുറകളായിട്ട് ഉപാസനകൾ ചെയ്ത് തലമുറകളായിട്ട് പകർന്നു വരുന്നതായ ആ ദൈവ സാന്നിധ്യത്തിന് വളരെയധികം ശക്തി ഉണ്ടായിരിക്കുക. അപ്പൊ അതിനെ വരുന്ന മക്കള് ഇതിനെ കൃത്യമായിട്ട് ഇതിനെ പരിപാലിച്ചു കൊണ്ട് നടന്നാൽ എത്രയോ തലമുറകൾക്ക് മുൻപുള്ള മുത്തച്ഛന്മാരുടെ ആശയങ്ങൾ അവരുടെ ശക്തി ചൈതന്യം അനുഗ്രഹമാണ് ഒരു വ്യക്തിയുടെ പിൻബലം അല്ലെങ്കിൽ ഒരു കർമ്മിയുടെ പിൻബലം ശക്തി ഉണ്ടായിരിക്കാം. അപ്പോൾ ഇതേപോലെയുള്ള ആളുകൾക്ക് എന്ത് കാര്യം വന്നാലും അത് വലിയ കൂടുതൽ മെനക്കെടില്ലാണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് തീർക്കാനായിട്ട് കഴിയും. അല്ലാത്തവരും കർമ്മം ചെയ്യില്ല എന്നില്ല, പക്ഷേ അത് വിചാരിച്ച പോലെ കൃത്യമായിട്ടുള്ളതായ പരിഹാരങ്ങൾ അല്ലെങ്കിൽ ഫലം ഉണ്ടായിക്കൊള്ളുന്നില്ല. അത് വീണ്ടും വീണ്ടും അത് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അവസ്ഥകൾ വരും. കാരണം വരുന്ന മൂർത്തികൾ ശക്തമായിട്ടുള്ളതായ ബാധാദോഷങ്ങൾ വരിക, അതും വളരെയധികം അറിവുലകൾ, അതായത് ചെയ്തു വിടുന്ന ആ വ്യക്തി അവന്റെ മാന്ത്രികപരമായിട്ടുള്ള കഴിവുകൾ അത് അദ്ദേഹത്തിന് ചാത്തനായിരിക്കും. അതേപോലെ തന്നെ മറ്റുള്ളതായ ഗുളികനോ പ്രേതാദികളോ കൂടിയിട്ട് വരുമ്പോൾ ആ ആ വരവിന് ഭയങ്കര ശക്തിയായിരിക്കും. ആ പ്രേതാദികളോട് കൂടിയിട്ട് അല്ലെങ്കിൽ കരിങ്കുട്ടി അല്ലെങ്കിൽ ചൊവ്വ, കാളി അല്ലെങ്കിൽ വീരഭദ്രൻ അല്ലെങ്കിൽ ഭൈരവൻ ഇങ്ങനെയൊക്കെ. അപ്പൊ ഇതിനൊക്കെ കർമ്മം ചെയ്യണമെന്ന് വെച്ചാൽ അതിൻ്റെ ഒപ്പം വല്ല പ്രേതങ്ങളോ അല്ലെങ്കിൽ ഇവരുടെ ഗുരുക്കന്മാരോ ഇവരുടെ സാന്നിധ്യം കൊണ്ട് ഇനി എക്സ്ട്രാ പവറായിരിക്കും. അതേപോലെ തന്നെ കാളിയാണ് വരുന്നത്. ആ വരുന്ന കാളിക്ക് ആ കാളിയോട് കൂടി ബന്ധപ്പെട്ട് ഏതെങ്കിലും പ്രേതങ്ങളോ അല്ലെങ്കിൽ യക്ഷി അവരുടേതായ സാന്നിധ്യങ്ങളോ ഇപ്പൊ ഒരു മരണപ്പെട്ടു പോയി ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ക്ഷേത്രത്തിനോട് കൂടി ബന്ധപ്പെട്ടിട്ട് മരണപ്പെട്ടു പോയി, ആ പ്രേത സാന്നിധ്യം രക്ഷസായിട്ട് മാറി അല്ലെങ്കിൽ യക്ഷിയായിട്ട് മാറി ആ മരണപ്പെട്ടു പോയിട്ടുള്ള ദുർമരണപ്പെട്ടു പോയിട്ടും ഇരിക്കാം ഏതെങ്കിലും സ്ത്രീകളൊക്കെ, അത് പിന്നീട് ചിലപ്പോൾ ആ ഇരിക്കുന്ന ദൈവത്തിലേക്ക് ഞാൻ വന്ന് കയറും. അല്ലെങ്കിൽ രണ്ടും രണ്ടായി നിൽക്കാതെ ആ ദൈവത്തിനോട് കൂടി അത് നിൽക്കുള്ളൂ എന്നുള്ളൊരു ഉറപ്പ്. അങ്ങനെയും ചിലവരുണ്ട്. അതൊക്കെ ഉഗ്രമായിട്ടുള്ള പവർ ഉണ്ടായിരിക്കുക. അവരുടെ ബാധാദോഷങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ശരിക്ക് രക്തം വെട്ടിയിറക്കലോ ഭ്രാന്താക്കലോ മാനസികമായിട്ടുള്ളതായ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ തല്ല് പഴക്ക് ഇതൊന്നും വിട്ട് യാതൊരു കുറവുണ്ടാവില്ല. കർമ്മം ചെയ്താലും ഏൽക്കില്ല. ദേവീനെ പിടിച്ച പ്രേത വരിക, പ്രേതത്തിനെ പിടിച്ച ദേവി വരിക. അവ രണ്ടും അത് ഒഴിവാക്കേണ്ട കാര്യം വളരെ കഷ്ടമാണ്. അപ്പൊ കർമ്മിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകുക. അപ്പൊ അതിനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമുക്ക് അത്ര ശക്തമായിരിക്കുന്ന പിൻബലം ഉണ്ടെങ്കിലേ അതിനെ കൃത്യമായിട്ട് മാറ്റി കൊടുക്കാനായിട്ട് കഴിയുള്ളൂ. അപ്പൊ ഇത്തരം കാര്യങ്ങളിലൊക്കെ നമുക്ക് കുറെ പരിചയവും അതേപോലെ തന്നെ ധർമ്മദൈവാദികളുടെ അല്ലെങ്കിൽ മന്ത്രമൂർത്തികളുടെ ഉപാസന എന്താണ് ശക്തി കൊണ്ട് അവരുടെ അനുഗ്രഹം നന്നായിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കുറവുകളുണ്ട്. കർമ്മികൾ ഞാൻ പറഞ്ഞത് അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ്. ചിലപ്പോൾ ഇതിലും ശക്തിയായിട്ടുള്ള ഉള്ളവരുണ്ടായിരിക്കാം. അപ്പൊ കർമ്മരംഗത്തേക്ക് വരുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിരിക്കില്ല അല്ലെങ്കിൽ ഇത്ര ശക്തി ഉണ്ടായിരിക്കില്ല. അപ്പൊ അവർ നിരാശപ്പെടേണ്ട. കൃത്യമായിട്ട് ഇതേപോലെ തന്നെ മന്ത്രമൂർത്തികളെ ഗുരുക്കന്മാരിനൊക്കെ സേവിക്കുക, അവർക്ക് വേണ്ട കർമ്മങ്ങൾ ചെയ്യുക. വാർഷികത്തിൽ വേണ്ട മൂർത്തികൾക്ക് അവർക്ക് കർമ്മം കൊടുത്ത് ചാർജ് ആക്കുക. നമ്മുടെ മൊബൈലിനെ എങ്ങനെ നമ്മൾ ചാർജ് ആക്കുമ്പോഴാണ് അല്ലെങ്കിൽ ഇപ്പം നെറ്റ് കഴിഞ്ഞ് നെറ്റ് ആക്കി അല്ലെങ്കിൽ ഈ വെട്ടം തിരിച്ചിട്ടുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ ഇത്ര സമയം ഉണ്ടാവും ആ നെറ്റിൻ്റെ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ആ നെറ്റ് കഴിയുന്നവരെ അതിൻ്റെ വാല്യൂ കഴിയുന്നവരെ നമുക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കാം. അതേപോലെ തന്നെ നമ്മുടെ ദൈവത്തിനും ബന്ധനങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പം ജ്യോത്സ്യനാണെങ്കിൽ കൃത്യമായിട്ട് നോക്കിയറിയാം ബന്ധനം വന്നിട്ടുണ്ടോ. ഇനിയിപ്പോൾ കർമ്മിയാണ്, എന്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥകൾ മൂർത്തികൾ വരുന്നു, ഏതെങ്കിലും തടസ്സങ്ങളുണ്ടോ ദുരിതങ്ങളുണ്ടോ ബന്ധനങ്ങളുണ്ടോ എന്ന് നോക്കിയറിഞ്ഞ് അതിനെ കൂടി കൃത്യമായിട്ട് മാറ്റം ചെയ്ത് കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന എല്ലാ കർമ്മത്തിനും കൃത്യമായിട്ടുള്ള വിജയം ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. എൻ്റെ ഈ വാക്കുകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.